രഞ്ജിത്ത്, 1, 2, 3 ദുരന്തങ്ങൾ. പലവിധ തിയറികൾ മുന്നിൽ വന്നു, പല റിപ്പോർട്ടുകൾ രംഗത്തുണ്ട്. IIT-യുടെ അടക്കമുള്ള റിപ്പോർട്ടുകളുണ്ട്. മഴമാപിനി യന്ത്രങ്ങൾ കൂടുതൽ വയ്ക്കണമെന്ന്. മഴയുടെ തോത് അനുസരിച്ച് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ, മണ്ണൊലിച്ചിലുണ്ടാവാൻ, ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത പഠിക്കാമെന്ന് പറയുന്നു. അതോറിറ്റികൾ ദുരന്തമുണ്ടാവുമ്പോൾ അത് മാനേജ് ചെയ്യാൻ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എത്തുമ്പോൾ അവരുടെ മുന്നിൽ പ്രകടനം നടത്തി, പ്രഹസനം നടത്തി, പ്രസന്റേഷൻ നടത്തി, വാർത്തയിലും ഫ്രെയിമിലും നിറയുന്ന അവസ്ഥയിലേക്ക്, ആ ദുരന്തത്തിലേക്ക് കൂപ്പുകുത്തുകയാണോ? പ്രദീപ് സാറേ, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം അറിയാം, ഇപ്പം നിസ്സാരവൽക്കരിച്ച് പറയുകയാണെന്ന് കരുതരുത്. ഈ സാങ്കേതികത്വം പറയാൻ ഈ ഉദ്യോഗസ്ഥർ കഴിയും. പക്ഷേ ഈ സാധാരണക്കാരന്, കർഷകന്, ഈ ദുരന്തം നേരിടവൻ പൊളിറ്റിക്കലിൽ പോകാത്തതുകൊണ്ട് അവന് ഈ സാങ്കേതികത്വം പറയാൻ അറിയില്ല. അവിടെ ഒരു ഈ പറയുന്ന കല്ലാടി പോലെയുള്ള സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ഇത്രയും വലിയ ഒരു മൺകൂന രൂപപ്പെട്ടിട്ട്, ഇത്രയും വലിയ അളവിൽ, ഇത്രയും വലിയ ക്വാണ്ടിറ്റി മണ്ണ് ആ താഴ്വാരത്ത് എന്താ പറയുക കൂട്ടിയിട്ട ശേഷം ഒരു മഴ വരുമ്പോൾ അത് ഒലിച്ചു പോവുക സ്വാഭാവികമാണ്. ജൂൺ മാസം 20-ാം തീയതി PK ബഷീർ മിനിസ്റ്റർ അതുവഴി കടന്നു പോയപ്പോഴാണ് ആദ്യമായി ഇത് ചൂണ്ടിക്കാട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും മണ്ണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മാറ്റാൻ കഴിഞ്ഞില്ല? അതിനുശേഷമാണ് കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റി പോലും ഇതേക്കുറിച്ച് ശ്രദ്ധിക്കുന്നത്. എന്നിട്ടോ ആ മണ്ണ് നീക്കം ചെയ്യാൻ പറഞ്ഞ ശേഷം ജൂലൈ മാസം ആകുന്നതുവരെയും, കഴിഞ്ഞ ദിവസം ആകുന്നതുവരെയും അതിനകത്ത് ഒരു നടപടിയും ഉണ്ടായില്ല. ഇത് സമാനമാണ് 2018-ലെ പ്രളയം. 483 പേരുടെ ജീവനെടുത്ത പ്രളയം. ആ പ്രളയത്തിനെ കുറിച്ച് എന്തായിരുന്നു? കേരളത്തിലെ 54 ഡാമുകളിൽ 35 ഡാമുകൾ ഒന്നിച്ച് ഒരേ സമയം തുറന്നുവിടേണ്ട സാഹചര്യം. ചെറുതോണി ഡാമിൻ്റെ 5 ഷട്ടറുകൾ തുറന്നുവിടേണ്ട സാഹചര്യം. അവിടെ ഇന്നും ഏറ്റവും വലിയ ദുരൂഹമായി തുടരുന്നത് ഈ ഷട്ടറുകൾ തുറക്കുന്നതിൽ ഉണ്ടായ പാളിച്ചയാണോ? എക്കൽ മണ്ണ് എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആണ് എക്കൽ മണ്ണ് ഈ പമ്പയാറ്റിലും ആ പരിസര പ്രദേശങ്ങളിൽ, ആലപ്പുഴയിലടക്കം വന്നിട്ടുള്ളത്. ആ പതിറ്റാണ്ടുകൾക്ക് ശേഷം എക്കൽ മണ്ണ് ആദ്യമായി എത്തിയത് 2018-ലെ പ്രളയത്തിലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട്, ഏത് ഷട്ടറാണ് തുറന്നത്? തുറന്ന ഷട്ടറുകളിൽ തെറ്റിപ്പോയോ? ഇതിൽ പാകപ്പിഴ ആരുടേതാണ്? അബദ്ധത്തിൽ ഷട്ടറുകൾ തുറന്നു പോയതാണോ? ഇതിനെക്കുറിച്ചൊരു അന്വേഷണമോ ഇതിലെ കുറ്റക്കാരായിട്ടുള്ള ആളുകളെക്കുറിച്ച് അവർക്കെതിരെ ഏതെങ്കിലും നടപടികളോ ഉണ്ടായിട്ടില്ല. 2018-ലെ പ്രളയം അങ്ങനെ, മുണ്ടക്കൈ ചൂരൽമല ദുരന്തം, അതൊരു പ്രകൃതി വിക്ഷോഭമായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അവിടെ മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവിടെ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും പറഞ്ഞ് അവിടെയുള്ള ജനങ്ങളെ മാറ്റണമെന്ന് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിരുന്നതാണ് അന്ന്. എന്തുകൊണ്ട് മാറ്റിയില്ല? അപ്പോൾ 2018-ൽ, 2024-ൽ, ഒടുവിലിപ്പോൾ 2026-ലും ഈ മണ്ണ് മാറ്റാത്ത കമ്പനിക്കെതിരെ, ഈ മണ്ണ് മാറ്റാത്ത ഭരണകൂടത്തിനെതിരെ, ദുരന്ത നിവാരണ അതോറിറ്റിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോഴും നടക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ കുറേ ശാസ്ത്രജ്ഞന്മാർ കുറേ പരീക്ഷണങ്ങൾ നടത്തി ജനങ്ങളുടെ ജീവിതം വെച്ച് കളിക്കുകയാണ് കേരളത്തിൽ. ഇവിടെ ഏത് സാധാരണക്കാരനും പരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും, ഒരു ഇതുപോലെ പരിസ്ഥിതി ലോല പ്രദേശത്ത് ഇത്തരമൊരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ അവിടെ ഏത് നിമിഷം വേണമെങ്കിലും അപകടമുണ്ടാകാം. ജൂൺ മാസത്തിൽ മഴ വരണമെന്നുള്ളത് ശാസ്ത്രജ്ഞന്മാരുടെ പിന്തുണയോടുകൂടി നടത്തേണ്ട കാര്യമില്ല. അത് ഏത് മനുഷ്യനും അറിയാം, ജൂൺ മാസത്തിലും ജൂലൈ മാസത്തിലും അതിശക്തമായ മഴ കേരളത്തിൽ ഉണ്ടാകുമെന്ന്. അത്തരത്തിൽ ഉണ്ടായ ഒരു മഴ ഉണ്ടായപ്പോൾ തന്നെ അവിടെ ഇത്രയും ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇത് കൃത്യമായി തന്നെ ബോധപൂർവമായ വീഴ്ചയാണ്. ദുരന്ത നിവാരണ അതോറിറ്റി എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഒരു വകുപ്പ്, ആ വകുപ്പ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി വെറും പരാജയമാണെന്ന് യാതൊരു സംശയമില്ല സർ. അത് തന്നെ ഒരു ദുരന്തമായി മാറിയിരിക്കുന്നു എന്നാണ് കരുതേണ്ടത്.